നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ റിഡോക്സ് എന്ന് പറയുന്നൊരു ടോപ്പിക്കിൽ നിന്ന്, റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ മക്കളെ ചോദിച്ചിരിക്കുന്നത്? വിച്ച് ഓഫ് ദി ഫോളോയിങ് കനോട്ട് ഫംഗ്ഷൻ ആസ് ഓക്സിഡൈസിങ് ഏജന്റ്? N3 മൈനസ്, SO4 മൈനസ്, BrO3 മൈനസ്, MnO4 മൈനസ്. അപ്പോൾ ഇവിടെ 4 ആൾക്കാരെ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നിങ്ങളിവിടെ നോക്കുക, N3 മൈനസ്. അപ്പോൾ നമ്മളിവിടെ സ്പീഷ്യസ് ഏതാണെന്ന് എഴുതിയിരിക്കുന്നു, N3 മൈനസ് ആണ്. അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ എഴുതുക, ഓക്സിഡേഷൻ നമ്പർ -3 ആയിരിക്കും. ഓക്കെ, അടുത്ത നമുക്ക് SO4 മൈനസ്. ഇവിടുത്തെ സെൻട്രൽ മെറ്റൽ ആറ്റം ഏതാ? സൾഫറാണ്, O4 ആണ്, അതിനോടൊരു -2 മൈനസ് ചാർജ്. സോ 8 മൈനസ് എന്ത് -8 + 2 വരും, -6. അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ +6 കിട്ടും. അടുത്തത് BrO3 മൈനസ്. ഇവിടെ ഓക്സിജൻ തന്നെയാണ്, ഓക്സിജൻ -2 × 3 -6, അതിൻ്റെ ഒരു മൈനസ് സൈൻ ആണ്, അപ്പോൾ -5. അതിൻ്റെ ഓപ്പോസിറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് +5 കിട്ടും. ഇനി അടുത്തത് MnO4 മൈനസ്. ഇത് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല, സെയിം മെത്തേഡ് തന്നെയാണ്, പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും MnO4 മൈനസിൻ്റെ അറിയുന്നതാണ്, +7. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ N3 മൈനസ് എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് ഉള്ളത്. N3 മൈനസ് അതിൻ്റെ ഏറ്റവും ലോവസ്റ്റിലാണുള്ളത്. ഇവിടെ സൾഫറാണ് ഹയസ്റ്റിലാണുള്ളത്. ഇനി നമ്മളിവിടെ Mn ഒക്കെ ആണെങ്കിലും അതും ഹയസ്റ്റിലാണുള്ളത്. അപ്പോൾ ഒരു വസ്തു അതിൻ്റെ ലോവസ്റ്റ് ഓക്സിഡൈസിങ് സ്റ്റേറ്റിലാണുള്ളതെങ്കിൽ അതിന് ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല? ഇറ്റ് കനോട്ട് അണ്ടർഗോ ഫർദർ റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ അതിന് ഇനി അതിൻ്റെ ഓക്സിഡേഷൻ നമ്പർ താഴേക്ക് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അതിനൊരിക്കലും ഇനി താഴേക്കുള്ള ഒരു ഓക്സിഡേഷൻ നമ്പറിലേക്ക് പോകാൻ പറ്റില്ല. വിച്ച് മീൻസ് അതിന് ഫർദർ ആയിട്ട് റിഡക്ഷൻ അണ്ടർഗോ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ റിഡക്ഷൻ അണ്ടർഗോ ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഇറ്റ് കനോട്ട് സെർവ് ആസ് ഓക്സിഡൈസിങ് ഏജൻറ്റ്. അതുകൊണ്ട് തന്നെ അതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് ആക്ട് ചെയ്യാൻ കഴിയില്ല. സോ നമ്മുടെ N3 മൈനസ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റുക. ഓക്കെ, N3 മൈനസ് ആണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ. കാരണം അതെന്ത് ചെയ്യുക, അതിന് ഇനി ഫർദർ റിഡക്ഷൻ നടക്കില്ല. റിഡക്ഷൻ നടക്കാത്തതുകൊണ്ട് അതൊരു ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ടും ആക്ട് ചെയ്യാൻ പോകുന്നില്ല. ഓക്കെ.